ഒരിടവേളയ്ക്ക് ശേഷം ബാല അമൃത സുരേഷ് വിവാഹബന്ധം വേർപിരിയൽ ഒക്കെ വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. ബാല ഇപ്പോൾ കോട്ടയത്ത് വൈക്കത്ത് ഭാര്യ കോകിലയുമായി ഒന്നിച്ച് സന്തോഷത്തോടെ കഴിയുകയാണ്. അമൃതയും തന്റെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇന്നാണ് അപ്രതീക്ഷിതമായി അമൃത സുരേഷ് ബാലയ്ക്കെതിരെ വീണ്ടും പരാതി കൊടുത്തു എന്ന വാർത്ത എത്തുന്നത്. എന്താണ് സംഭവം എന്ന് നോക്കാം. മുൻ ഭാര്യ അമൃത സുരേഷിന്റെ പരാതിയിൽ നടൻ ബാലയ്ക്കെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തിരിക്കുകയാണ് പോലീസ്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കോടതി രേഖകളിൽ കൃത്രിമം കാണിച്ചു എന്ന പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപ്പെടുത്തി എന്ന അമൃതയുടെ പരാതിയിൽ നേരത്തെ പോലീസ് ബാലയെ അറസ്റ്റ് ചെയ്തിരുന്നു. കോടതി രേഖയിൽ കാണിച്ച കൃത്രിമത്വത്തിന്റെ പേരിൽ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. കോടതിയിൽ സമർപ്പിച്ച വിവാഹമോചന കരാറിന്റെ 5-ാം പേജിൽ കൃത്രിമം കാണിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ പേജിൽ കുഞ്ഞുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണുള്ളത്. ഇതിൽ അമൃതയുടെ ഒപ്പ് വ്യാജമായി ഇട്ടു എന്നും പരാതിയിൽ പറയുന്നു. ബാലമകൾക്കുള്ള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് തിരിമറി കാണിച്ചുവെന്നും അമൃത സുരേഷ് പറഞ്ഞു. കഴിഞ്ഞ ഒരു കേസ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തു നിന്ന് ചില രേഖകൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നിരുന്നു. കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ ഞങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട രേഖകളും ഉണ്ടായിരുന്നു. ആ രേഖകൾ പരിശോധിച്ചപ്പോൾ അതിൽ ഒരു പേജിൽ മുഴുവൻ വേറെ കാര്യങ്ങളാണ്. എന്റെ ഒപ്പടക്കം വ്യാജമായി ചേർത്തിട്ടുമുണ്ട്. മകൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസിയുണ്ട്. മകൾക്ക് പ്രായപൂർത്തിയായതിനു ശേഷം മാത്രം പണം പിൻവലിക്കണമെന്നാണ് കരാർ. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ബാങ്കിലേക്ക് വിളിച്ചപ്പോൾ ആ ഇൻഷുറൻസ് സറണ്ടർ ചെയ്തിരിക്കുകയാണെന്നും ആ പണം മുഴുവനായി എടുത്തെന്നും മനസ്സിലായി. മകൾക്ക് പ്രായപൂർത്തിയായതിനു ശേഷം കിട്ടുന്ന കുറച്ചു പൈസയായിരുന്നു അത്. അതും എടുത്തു എന്ന് പറയുമ്പോൾ വിഷമമുള്ള കാര്യമാണ് എന്ന് അമൃത സുരേഷ് പറയുന്നു. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലാണ് ബാലയ്ക്കെതിരെ അമൃത പരാതി നൽകിയത്. കരാറിന്റെ 5-ാം പേജ് വ്യാജമായി ഉണ്ടാക്കി. മകളുടെ പേരിലുള്ള ഇൻഷുറൻസിലും തിരിമറി കാണിച്ചു. പ്രീമിയം തുക അടയ്ക്കാതെ വഞ്ചിച്ചു. ഇൻഷുറൻസ് തുക പിൻവലിച്ചു. ബാങ്കിൽ മകൾക്കായി നിക്ഷേപിച്ചിരുന്ന 15 ലക്ഷം പിൻവലിച്ചു. വ്യാജരേഖയുണ്ടാക്കി ബാല കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു തുടങ്ങിയ പരാതികളാണ് അമൃത ബാലയ്ക്കെതിരെ നൽകിയത്. നേരത്തെ സോഷ്യൽ മീഡിയയിൽ തന്നെ അപകീർത്തിപ്പെടുത്തിയെന്ന അമൃതയുടെ പരാതിയിൽ ബാലയെ അറസ്റ്റ് ചെയ്തിരുന്നു. മകളുമായി ബന്ധപ്പെട്ട് അടക്കം ബാല നടത്തിയ പരാമർശങ്ങൾ അറസ്റ്റിന് കാരണമായിരുന്നു. ബാലയുടെ മാനേജർ രാജേഷ്, സുഹൃത്ത് അനന്തകൃഷ്ണൻ എന്നിവരും കേസിലെ പ്രതികളായിരുന്നു. എന്നുള്ളത്. പക്ഷെ ഈ പെയ്ഡ് ആയിട്ടുള്ള കോമന്റ്സ് വരല്, അതായത് നമ്മുടെ ഇവിടെ ഒരു രീതി ഉണ്ട് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ഇങ്ങനെ ഒരു ആരോ ഇടാൻ മാത്രം ആരാല്ലേ ചേച്ചി. അതിപ്പോ എല്ലാവർക്കും നോർമലി അറിയായിരിക്കും. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും നമ്മളൊരാളുടെ ഈഗോ ഹേർട്ട് ചെയ്യാൻ, ഇപ്പൊ എന്റെ ഈഗോ എത്രത്തോളം വലുതാണ്, എത്ര വേഗം എന്നെ ട്രിഗേർഡ് ആവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ചിലരുടെ ഈഗോ നമ്മൾ അവരോട് തെറ്റ് ചെയ്തില്ലെങ്കിലും നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ നിന്നാൽ പോലും അവരുടെ ഈഗോനെ ട്രിഗേർഡ് ആവും. അങ്ങനെ ട്രിഗേർഡ് ആയാൽ വേണമെങ്കിൽ ആ ആളുടെ ആ ആൾ എത്രത്തോളം അതിനെ ഹാൻഡിൽ ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മുടെ ലൈഫ്. പിന്നെ ഞങ്ങളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 3-4 പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു ഫാമിലിയാണ്. അച്ഛനുള്ളപ്പോഴാണെങ്കിലും അച്ഛൻ അത്ര ഒരു ഭയങ്കര ഒരു എന്താ പറയാ, ഒരു ഹി വാസ് നോട്ട് എ വെരി നമുക്ക് വെട്ടാൻ പോവാം അങ്ങനെ പറയുന്ന ഒരാളായിരുന്നില്ല. ഹി വാസ് എ വെരി ഒരു അഹിംസയായിരുന്നു അച്ഛ. അപ്പൊ അതുകൊണ്ട് അച്ഛൻ ഇപ്പുറത്ത് അടി കിട്ടിയാൽ പിന്നെ അടുത്ത് വാങ്ങിച്ചോ മിണ്ടായിരുന്നു, അതോടെ തീരുമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങള് ശീലിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ ചേച്ചിയുടെ ലൈഫിലാണെങ്കിലും കുറെ കാലം മിണ്ടായിരിക്കേണ്ട സാഹചര്യം ഒക്കെ വന്നത്. അപ്പൊ ഇത് അറിഞ്ഞുകൊണ്ട് എന്നാ 2 പൊട്ടിക്കാന്നുള്ള രീതിയിൽ ഒരാളിങ്ങനെ ഇറങ്ങിത്തന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഇരിക്കും, ഞങ്ങളുടെയൊക്കെ ലൈഫ് പോലെയൊക്കെ ഇരിക്കും. അത്രേ പറയാനുള്ളൂ. അത് തമാശയായിട്ട് ഇപ്പൊ പറയാന്നുള്ളതാണ്, കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും നല്ല തോന്നിയിട്ടുണ്ടാവും. ഒബ്വിയസ്ലി നിങ്ങൾ ഇടയിൽ സംസാരിച്ചിട്ടുണ്ടാവും. വൈ ദിസ്, നമുക്ക് എപ്പോഴും ബാക്ക് ടു ബാക്ക്, അല്ലെങ്കിൽ ഒന്ന് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട അപ്പൊ തന്നെ അടുത്തത്. എന്തിനാ ഇങ്ങനെ ഓരോരുത്തരും ടോർച്ചർ ചെയ്യണത്? നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ്? അങ്ങനെ നിങ്ങൾ തമ്മിൽ സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ല? പിന്നെ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, അതായത് ഓരോ ക്രിമിനൽ കേസ് ഒക്കെ കഴിയുമ്പം അതിനകത്ത് കൾപ്രിറ്റായിരുന്ന ആൾക്കാർ സുഖമായിട്ട് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. സത്യം. നമ്മളിപ്പോ ഈ പറയാനും മാത്രം എന്ത് ക്രൈമാണ് ചെയ്തതെന്നുള്ളത്. പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞ ചേച്ചി, നമുക്ക് ഓരോ കാര്യങ്ങളും അത് ശരിയായി വെറുതെ ആൾക്കാർക്ക് വെറുപ്പുണ്ടായതല്ല. നമ്മുടെ ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു പോസ്റ്റിന് താഴെ ഒരു 10 കമന്റ്സ് നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ അങ്ങോട്ട് എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ആ വൈബിനൊത്ത് നാടോടുമ്പം കമന്റ്സും നടുവേ അങ്ങ് ഓടുന്ന ഒരു ശീലമുണ്ട്. അപ്പൊ ആ 10 കമന്റ്സ് ഞങ്ങളുടെ എന്ത് കണ്ടന്റ് വന്നാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സോളിഡ്ലി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഫേക്ക് അക്കൗണ്ട്സ് ആണ്, അത് ജെന്യുവൻ ആയിട്ടുള്ള അക്കൗണ്ട്സ് അല്ല. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇവരുടെ ഇത് കണ്ടുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ റവന്യൂ സോഴ്സ് അതാണ്, പ്രൈമറി സോഴ്സ് അതാണ്. അപ്പോൾ വി കാണ്ട് ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. നമുക്ക് വിഷമം ഉണ്ടാവും ഇടയ്ക്കൊക്കെ നല്ല രീതിക്ക്. ഇപ്പം എന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ ലൈഫ് വരയ്ക്കുന്ന ഞാനാന്നുള്ള ഒരു സാധനം വരെ സ്ഥിരമായിട്ട് ഞാൻ കേൾക്കാറുണ്ട്.
എന്റെ അച്ഛനും അഭിരാമിയുടെ പേരും അതിനകത്ത് ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട്. യെസ്. ഇപ്പൊ ചേച്ചിക്ക് സിസ്റ്റേഴ്സ് ഉണ്ടോ? സിബ്ലിങ്സ് ഉണ്ടോ? എനിക്ക് 2 ബ്രദേഴ്സാ. അവർക്ക് എന്തെങ്കിലും പറ്റിയ ചേച്ചി കൂടെ നിക്കില്ലേ? തീർച്ചയായിട്ടും. ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ ഓൾ ത്രൂ ദ വൈൽ. കാരണം എന്റെ ചേച്ചിക്ക് കോൺസ്റ്റന്റ്ലി പെയിൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഐ വാസ് ഓൾവേസ് വിത്ത് ഹർ. അതെന്റെ അച്ഛനും അമ്മേനെ പഠിപ്പിച്ചൊരു കാര്യമാണ്. അതൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ 2 ഗേൾസും കൂടെ ആകുമ്പോഴത്തേക്ക് ആ ഒരു അഫെക്ഷൻ കൂടും അവിടെ. തീർച്ചയായിട്ടും. കാരണം ഞങ്ങള് രണ്ടുപേരും ചേച്ചി ടീൻ ആയി കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ പിന്നെ ചെറുപ്പം മുതലാണെങ്കിലും അങ്ങനെ പുറത്തൊന്നും കളിക്കാൻ വിടാറൊന്നുമില്ല. ഞങ്ങള് തന്നെ വീട്ടിലിരുന്ന് ഓരോരോ മണ്ടൻ കളികളൊക്കെ കളിക്കും. ഇങ്ങനെയായിരുന്നു. ദിസ് ദ വേ വി വെയർ. അപ്പൊ ഒബ്വിയസ്ലി ഐ ഹാവ് ടു ബി ദെയർ ഫോർ. ഞങ്ങൾക്കൊരു ബ്രദർ ഇല്ല. അപ്പൊ ഞാൻ എന്റെ ജോലി ചെയ്തതിന് വരെ എന്നെ കുറ്റം പറയുന്നുണ്ട്. അപ്പം ലെറ്റ് ഇറ്റ് ബി. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിനകത്ത്. ഇതുവഴി കേൾക്കുക, ഇതുവഴി വിടുക എന്നുള്ളൊരു പാറ്റേൺ. ഇടയ്ക്ക് കരയുകയും ചെയ്യുക, എന്നിട്ട് വിടുക. നിങ്ങളിൽ ആരാ ശരിക്കും കൂടുതൽ ബോൾഡ് ആയിട്ടുള്ള ആരാ? അത് സിറ്റുവേഷണൽ ആണെന്ന് തോന്നുന്നു. ബാലൻസിങ് ആണ്. ചില സമയത്ത് ഒരാള്, ചില സമയത്ത് ഒരാൾ, അങ്ങനെയാണ്. അതെ അതെ അതെ. അതിപ്പം എന്നെ കാണുമ്പോ എല്ലാരും എന്റെ ഒരു ശബ്ദവും ലുക്കും വൈബൊക്കെ കാണുമ്പോ എല്ലാരും വിചാരിക്കും ഒരു അമ്മയെടുത്ത് എടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല. ഞാൻ കരയുന്നുണ്ട് കഴിഞ്ഞാൽ പാപ്പുവിനേക്കാളും കഷ്ടം ഞാൻ കരയും. ഐ എം വെരി ഇമോഷണൽ. ഓൺലി തിങ് എനിക്ക് സംസാരിക്കാൻ അറിയാം എന്ന് തോന്നുന്നു. അതായത് കുറച്ചുകൂടെ അമൃതേശിനെക്കാളും എനിക്കൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നീ എന്തിനാ അങ്ങനെ ചെയ്തേന്ന് ചോദിക്കാനുള്ള ഒരു തിളപ്പുണ്ട് എന്റെ വീട്ടില്. ആ ഒരു തിളപ്പ് എനിക്കുണ്ട്. അപ്പൊ അത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ വെറും എഗ്ഷെല്ലാണ്. ജസ്റ്റ് പൊട്ടി. ഞങ്ങളെല്ലാരും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ആരെങ്കിലും ഒരാൾ കരയുമ്പം അടുത്ത ആള് സമാനിപ്പിക്കും. അടുത്ത നിന്റെ ഡേൺ എന്ന് പറഞ്ഞു. ആ ഒരു പാറ്റേൺ അങ്ങനെ പോണു. അത്ര തന്നെ. നിങ്ങൾക്കപ്പോ എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു ഇതേ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഒരു ബ്രദർ ഇല്ലാത്തതിന്റെ ഒരു കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? സത്യം പറഞ്ഞ അങ്ങനെയല്ല ചേച്ചി. ബ്രദർ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടില്ല. എന്റെ ചേച്ചി അത്ര നല്ലൊരു ചേച്ചിയാണ്. ഷീ ഈസ് എ വണ്ടർഫുൾ സിസ്റ്റർ. എനിക്കൊരു ചേട്ടനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആഗ്രഹിക്കാനും മാത്രമുള്ള ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ കൂട്ടൊരു പ്രോബ്ലം, ഒരു ബ്രദർ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി കുറച്ചുകൂടി അപ്ഫ്രണ്ട് ആയിട്ട് കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ട് നിൽക്കാൻ ഒരാളുണ്ടായിരുന്നു. ഇപ്പൊ ഞാനാണെങ്കിലും എനിക്ക് ഇത്ര ബോൾഡ് പേഴ്സോണ കാണിക്കേണ്ട ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മള് അങ്ങനെ ആയി മാറുന്നതാണ്. ആരും ഇങ്ങനെ ജനിക്കുമ്പോഴേ ബോൾഡായി വരുന്ന ആൾക്കാരല്ല. സിറ്റുവേഷൻസ് ആണ് നമ്മളെ അങ്ങനെ ആക്കുന്നത്. ആൻഡ് ബോൾഡ് ആയി കഴിഞ്ഞാൽ പെൺകുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള. അതെ. ഇപ്പൊ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ അഹങ്കാരിയാണ്. അതെനിക്ക് മുദ്ര കുത്തിയിട്ടുള്ളതാണ്. എനിക്ക് പറയാനുള്ളതാണ്. അപ്പൊ ഒരു ചേട്ടനുണ്ടായിരുന്നെങ്കിൽ പ്രോബബ്ലി പുള്ളി അത് ഹാൻഡിൽ ചെയ്തേനെ. അങ്ങനെ എന്തൊക്കെയാറുണ്ട്. നമ്മൾ പൊതുവെ പറയുന്ന ഒരു ചൊല്ല് പോലെ ഉണ്ട്, നാദിനില്ല കളരിയിൽ ആൾക്കാർ കയറി അങ്ങ് കളിക്കും, അങ്ങ് അഴിഞ്ഞാടും എന്നുള്ളത്. നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാല് വേറെ ഇപ്പൊ അച്ഛനെ സംബന്ധിച്ച് അച്ഛനും വളരെ ക്വൈറ്റ് ആയിട്ടുള്ള ശാന്ത സ്വഭാവമാണ് അങ്കിളിന്റേതും. അങ്ങനെ ഒരാളായിരുന്നു. ഇപ്പൊ വീട്ടിലും അതെ, നിങ്ങളുടെ അതിനകത്ത് പ്രത്യേകിച്ച് ആരും ഒരു ഇല്ലാത്തപ്പം ആർക്കും ഈ പറഞ്ഞ കമന്റ്സിലൂടെ ആണെങ്കിലും നിങ്ങൾക്കിട്ട് പണിയാം, അല്ലെങ്കിൽ നിങ്ങൾക്കിട്ട് എഗെയിൻസ്റ്റ് ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നുള്ളതിന് അല്ലെ ആൾക്കാർ ആ ഒരു ധൈര്യത്തോടെയാണ് അവര് വരുന്നത്. പിന്നെ അതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കൂട്ടി എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. എന്റെ ചേച്ചിയുടെ കാര്യങ്ങളിലാണെങ്കിലും പലപ്പോഴും ഞാൻ ഇടപെടേണ്ടാത്തതല്ലാത്ത കാര്യങ്ങളിൽ ഞാൻ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞൊരു ആരെങ്കിലും ഒരാള് കാര്യങ്ങൾ അഡ്രസ് ചെയ്യാൻ വേണം. ആ ഒരാളാവണ്ട വന്നതാണ്. അല്ലാതെ എനിക്ക് എന്റെ കാര്യം നോക്കി സമാനമായിട്ടൊരു സൈഡിൽ കൂടെ പോയാൽ മതി. പക്ഷെ എന്റെ വീട്ടിലെല്ലാവരും വിഷമിക്കുന്ന കാണുമ്പോൾ എസ്പെഷ്യലി അമ്മയൊക്കെ വിഷമിക്കുന്ന കാണുമ്പോൾ പല സിറ്റുവേഷൻസിലും എനിക്ക് സംസാരിക്കേണ്ട വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ അതിനകത്ത് തലയിട്ടിട്ടുള്ളത്. പക്ഷെ അതിനും പറയാനുണ്ടാവും. അപ്പൊ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ ഈ വരുന്ന കമന്റ്സ് ഒക്കെ നിങ്ങൾ നോക്കാറുണ്ടോ? നോക്കാറൊക്കെ ഉണ്ട്. പിന്നെ പക്ഷെ അത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്കിട്ട് എഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെ നിങ്ങളെ മോശമായിക്കൊണ്ടുള്ളതാണ് ഈ കമന്റ്സ് എന്നൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുമ്പോ വീണ്ടും അത് നോക്കി മനസ്സ് വിഷമിപ്പിക്കുന്നത് എന്തിനാപ്പോ? ചേച്ചി അതൊരു എന്ന് വെച്ചാൽ ഇനിയെങ്കിലും ഇത് മാറി ഈ പോസ്റ്റിനെങ്കിലും തെറിവിളി ഉണ്ടാവാതിരിക്കുമോ എന്നറിയാനാണ്. വി ആർ ലുക്കിംഗ് ഫോർ സം ലൈറ്റ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ആ ഒരു നെഗറ്റീവ് സാധനമല്ല നമ്മൾ അട്രാക്ട് ചെയ്യാൻ നോക്കുന്നത്. അതിനകത്ത് അതിന്റെ താഴെ എന്തെങ്കിലും ഒരു മാറ്റം വന്നു, ഈ വട്ടമെങ്കിലും പുള്ളി നിർത്തിയോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് നിർത്തിയോ എന്നുള്ള ഒരു സാധനമാണ് മോസ്റ്റ്ലി നോക്കാറുള്ളത്. പക്ഷെ ഇപ്പം ആഫ്റ്റർ ദ റീസെന്റ് ഇൻസിഡൻസ് ഒരുപാടൊക്കെ അത് മാറിയിട്ടുണ്ട്. ഒരുപാടൊക്കെ അത് മാറിയിട്ടുണ്ട്. അത് കാരണം പലപ്പോഴും പലരും പല കാര്യങ്ങളും അറിയാതിരുന്നതിന്റെ ആണ് ഇതൊക്കെ എന്നുള്ളതും ഒരു റിയാലിറ്റിയാണ്. അപ്പൊ അത് കുറെയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ അത് ആ ഒരു സാധനം കാണുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഒരു പുഷ് കിട്ടുക മുമ്പോട്ട് പോകാൻ. ആ ഒരു പുഷിന് വേണ്ടിയിട്ട് ഇനിയാണെങ്കിലും കമന്റ്സ് വായിക്കുകയും ചെയ്യും. ആൻഡ് വാട്ട് ഡസന്റ് കിൽ യു മേക്സ് യു സ്ട്രോങ്ങർ. എന്താണോ വിഷമിപ്പിക്കുന്നത് അത് നമ്മളെ സ്ട്രോങ്ങേ ആക്കുള്ളൂ. പക്ഷെ നമ്മളെ കുറെ സമയം നമ്മളെ വിഷമിപ്പിച്ച് കുറെ നെഗറ്റീവ് തോട്ട്സിലും ഡിപ്രഷനായിട്ടും നമ്മുടെ കുറെ ടൈം അങ്ങനെ പോവല്ലേ? പോവും ചേച്ചി. അതിന്റെ ഒപ്പം കുറച്ച് വാശിയും വരും കുറെ കഴിയുമ്പോ.
കൊറേ, അതായത് ഇപ്പൊ ഞങ്ങളുടെ കേസിൽ ഫസ്റ്റ് ഇൻസിഡന്റോ സെക്കൻഡ് ഇൻസിഡന്റോ അല്ല, ഒരു 10-15 വർഷം ആവുന്നു ഏകദേശം. ഇപ്പൊ അതൊക്കെ നാളെ വൺ ആഫ്റ്റർ ദി അതർ നിങ്ങളുടെ ബാക്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ ആണ് നിങ്ങളുടെ മേളിൽ ഇത്രയും. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ആ സെയിം പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെയാണ് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന പോലെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. നിങ്ങൾ ചെയ്യുന്നതും നിങ്ങളുടെ പ്ലസും മൈനസും എല്ലാം ഈ സോഷ്യൽ മീഡിയ തന്നെയാണ്. അതെ അതെ, അതാണ് നമുക്ക്. ദാറ്റ്സ് വാട്ട് ഐ സെഡ്. എനിക്ക് ഞങ്ങളുടെ ഫാമിലിയിൽ ആർക്കും ഒരു ഓപ്ഷനും ഇല്ല. നമുക്കിത് ചെയ്തേ പറ്റും. എല്ലാരും ചോദിക്കാറുണ്ട്, നിങ്ങളിത് വീടിന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതുകൊണ്ടല്ലേ എന്നുള്ളത്. ചേച്ചി, നമ്മൾ പണ്ടുകാലം മുതൽ നമ്മുടെ വീട്ടിലൊരു കല്യാണം നടന്നാലും എന്തൊക്കെയാണെങ്കിലും നമ്മുടെ വീട്ടിലൊരു ആൽബം ഉണ്ടാവും. അത് നമ്മളെ അറിയുന്ന ഒരു 10-20 പേര് എന്തായാലും കാണുകയും ചെയ്യും. അതാണ് ഇവോൾവ് ആയി സോഷ്യൽ മീഡിയ. വി ഹാവ് എൻ ആൽബം ദർ. നമ്മളെ അറിയുന്ന, നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേര് അത് കാണും. സോ ഈ സംഭവമൊക്കെ പണ്ട് മുതലേ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഞങ്ങളുടെ കേസിൽ എന്ന് പറയുന്നത്, ഞങ്ങൾ ഹാപ്പി മൊമെന്റ്സ് ഷെയർ ചെയ്ത് അതിനകത്ത് ഡെഫിനറ്റ്ലി വരുന്ന ഇൻകം നമ്മുടെ ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് യൂസ് ചെയ്യുന്നു. പക്ഷെ അതിനകത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ കയറി വരുന്നത് ഓർഗാനിക് എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ നിർത്താൻ പറ്റുന്നില്ല. വി ഹാവ് ടു കീപ് ഗോയിങ് എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഒരിക്കൽ പോലും നിങ്ങൾക്ക് അമൃതയ്ക്കാണെങ്കിലോ അഭിരാമിക്കാണെങ്കിലോ നമുക്ക് ഇനി സോഷ്യൽ മീഡിയയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യണ്ട, നമുക്ക് ഈ ഒരു ഭാഗം സൈലന്റ് ആക്കി വെക്കാം, ജസ്റ്റ് മേക്ക് ഇറ്റ് നമ്മുടെ ഒരു സംഭവം പ്രൈവറ്റ് ആക്കി തന്നെ നമുക്ക് വെക്കാം എന്ന് എപ്പോഴെങ്കിലും അപ്പൊ നിങ്ങൾക്ക് തോന്നിയോ? പണ്ടൊക്കെ എന്ന് വെച്ചാൽ മേ ബി ഒരു 5 വർഷമൊക്കെ മുമ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഡീആക്ടിവേറ്റ് ഒക്കെ ഓൺ എ വെരി സോഷ്യൽ മീഡിയ ലെവലിൽ പറയുകയാണെങ്കിൽ എല്ലാം ഡീആക്ടിവേറ്റ് ചെയ്ത് പോവാറുണ്ട്. ഫോർ ഹൗ ലോങ്? ഞാൻ നല്ല ലോങ് ആയിട്ട്, ഇപ്പം വാട്സാപ്പ് അടക്കം 8 മാസത്തോളമൊക്കെ യൂസ് ചെയ്യാതെ, ഇപ്പോഴും ഞാൻ അങ്ങനെ വാട്സാപ്പ് യൂസ് ചെയ്യുന്ന ആളല്ല. എന്നെ ഇതിനെ വിളിച്ചപ്പോഴും ഞാൻ ഐ വാസ് സേയിങ് ലൈക്ക് ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ ഞാൻ നോക്കുള്ളൂ. അതെന്തുകൊണ്ടാ? എനിക്കത് ഇതിനകത്തൊന്നും എനിക്ക് വലിയ ഡെപ്ത് ഒന്നും തോന്നാറില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആരാണെങ്കിലും വിളിക്കും, അത്യാവശ്യം ആണെങ്കിലും വിളിക്കും. അല്ല ഇപ്പൊ എന്റെ അടുത്തൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയുവാണെങ്കിൽ അയാൾ ചെക്ക്, അല്ലാതെ അതിനകത്തൊന്നും വലിയ കാര്യമില്ല. സോ ഈ ഇടയ്ക്കൊക്കെ കുറെ ഡീആക്ടിവേറ്റ് ചെയ്ത് പിന്നെ മനസ്സിലായി ആർക്കാണ് ഇഷ്ടം, എനിക്കാണ് ഇഷ്ടം. ഞാനാണ് ഓഫ് ദി സ്ക്രീൻ ആവണം. ഞാൻ ഓഫ് ദി സ്ക്രീൻ ആയി എനിക്ക് ഷോ കിട്ടില്ല, എന്റെ ഇൻകം സ്റ്റോപ്പ് ആവും. പിന്നെ ഞാൻ എന്തിനാ ഡീആക്ടിവേറ്റ് ചെയ്യുന്നു? കുറച്ച് ആൾക്കാർ പറയണ വിഷമമൊക്കെ കുറച്ചിരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മുമ്പ് ഈ പറഞ്ഞ പോലെ ഡീആക്ടിവേറ്റ് ഒക്കെ ചെയ്ത് ഒളിച്ചോടാറുണ്ട്. പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ല. ഇപ്പൊ കുറേം കൂടെ മെച്ചുവേർഡ് ആയി അല്ലേ? അറ്റ്ലീസ്റ്റ് പുറത്ത് കാണിക്കുന്നത് അതാണ്. ഇനി അങ്ങനെയൊന്നും ഞങ്ങൾ പെട്ടെന്ന് തളരില്ല, നമ്മള് ഓൾ ദ മോർ സ്ട്രോങ് ആയി എന്നുള്ളതാണ് നമ്മള് കാണിക്കുന്നു. അങ്ങനെ ഒരു മാസ്ക് ഇട്ടോണ്ടിരിക്കുകയാണ് അല്ലേ? മാസ്ക് ആണെന്ന് പറഞ്ഞുകൊണ്ടിടുന്നു, അത്ര തന്നെ. പക്ഷെ എത്രയാന്ന് പറഞ്ഞാലും ഈ പറച്ചില് തന്നെ മനസ്സിലാവുന്നുണ്ട് എത്ര പെയിൻഫുൾ ആണ്, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ ആ ഒരു ഇതിലൂടെ ഫേസ് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പൊ വീട്ടിലെ അമ്മുമ്മ, അത് കഴിഞ്ഞ അമ്മ, അത് ഞാൻ എങ്ങനെ വിളിക്കാം മോള് അമൃതയുടെ അഭിയമ്മ. അപ്പം നിങ്ങളുടെ ഒക്കെ ഇങ്ങനെ ഒരു ഇത്, അവളും ഇന്നത്തെ ന്യൂജൻ, അവരെ കുട്ടികൾ എന്ന് പറയുന്നത് അവർക്ക് നമ്മുടെ ഇപ്പത്തെ ബുദ്ധി തന്നെയാണ്. വെരി സ്മാർട്ട് അല്ലേ? അവരുടെ അന്നത്തെ ഏജിലെ വെച്ച് നമുക്ക് ഒരിക്കലും ഇന്നത്തെ കുട്ടികളെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അവർ ഭയങ്കര ബ്രില്യന്റ് ആണ്. അപ്പൊ അവൾ ഇതെല്ലാം, അവൾക്ക് നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ എത്ര ഹൈഡ് ചെയ്തെന്ന് പറഞ്ഞാലും അവൾക്ക് പലതും റീഡ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഫേസിൽ നിന്നും. അവളും നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരാളാണ്. സോ മോൾ എങ്ങനെയാ ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്? ആൻഡ് ഹൗ ബോൾഡ് ഈസ് ഷീ? അതായത് അവളുടെ വളരെ ചെറിയ ഏജിലായിരുന്നു വളരെ മെച്യൂർഡ് ആയിട്ടുള്ള പല ഇൻസിഡൻസും ഉണ്ടായത്. അപ്പം എത്രയോ സ്ഥലങ്ങളിലെ ഡിവോഴ്സുകളും കസ്റ്റഡി കാര്യങ്ങളൊക്കെ നടക്കുന്നു. പക്ഷെ ഇവരുടെ എല്ലാം ഭയങ്കര ഡ്രാമാറ്റിക് ആയിരുന്നു. ഈവൻ ദ കോർട്ട് സീൻസ് വെയർ ലൈക്ക് വെരി ഭയങ്കര ഡ്രാമാറ്റിക് ആയിരുന്നു. അപ്പം പാപ്പു ഭയങ്കര ചെറുതിലെ കണ്ട് വളർന്നിട്ടുള്ളത് ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ഭയങ്കര ചെറിയ പ്രായം മുതൽ അമൃതേച്ചിയും പാപ്പും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെയാണ്. ചേച്ചിയുടെ എന്നുവെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേരെ കേസിൽ ചേച്ചി പറഞ്ഞ പോലെ തന്നെ അവര് നമ്മൾക്കൊക്കെ ഫോൺ കിട്ടുന്ന എപ്പോഴാണ്. ഇവരുടെ LKG മുതൽ ഫോൺ നോക്കി ക്ലാസ് പഠിച്ച കുട്ടികളാണ്. ദേ നോ ടു ലോഗിൻ, ദേ നോ എവറിഥിങ്. പാപ്പു ഒക്കെ എന്ന് പറയുന്നത്, എനിക്കൊരു യൂട്യൂബ് വേറൊരു ചാനൽ ഉണ്ടായിരുന്നു, അതിനകത്ത് അവളുടെ ഒരു 6 വയസ്സിലെന്തോ മോട്ടിവേഷണൽ ടോക്ക് ചെയ്തിരുന്ന കുട്ടിയാണ്. അതിനകത്ത് ഞാൻ ത്രെഡ് മാത്രം പറഞ്ഞു കൊടുക്കും, മോനെ ഈ ഒരു കഥ ഒന്നും എങ്ങനെയും പറഞ്ഞു നോക്ക് പറഞ്ഞപ്പം അവളുടെ ലൈഫിൽ 6 വയസ്സിലെ എക്സ്പീരിയൻസിൽ വന്നിരുന്ന വലിയ മോട്ടിവേഷൻ പറഞ്ഞിരുന്ന ആളാണ്. അപ്പം അത്രയും ചെറിയ പ്രായത്തിൽ അവൾക്ക് അങ്ങനെ കുറെ എക്സ്പീരിയൻസുകൾ ഉണ്ടായത് കൊണ്ടും അമൃത ചേച്ചി എല്ലാ കാര്യങ്ങളും അവൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ, എന്നുവെച്ചാൽ അവൾക്ക് മനസ്സിലാവേണ്ട കാര്യങ്ങൾ, അറിയേണ്ട കാര്യങ്ങൾ മാത്രം മനസ്സിലാവേണ്ട ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ ഇതിലെല്ലാം എക്സ്പോസ്ഡ് ആണ്. നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് മക്കളെ പല കാര്യങ്ങളും ഹൈഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം അങ്ങനെ നമുക്ക് പറ്റില്ല. സ്കൂളിൽ പോകുമ്പോഴാണെങ്കിൽ അവർ സ്കൂളിൽ ഫോൺ കൊണ്ടുവരുന്ന പിള്ളേരാണ്, അവര് സംസാരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ
ആയിട്ട് പല കാര്യങ്ങളും സംസാരിക്കാൻ തുടങ്ങിയപ്പം മമ്മി എന്തിനാണ് ഇത്രയും എനിക്ക് മമ്മീനെ ശരിക്കും അറിയാം, എന്തിനാണ് ഇത്രയും വിഷമിക്കുന്നത്, സംസാരിച്ചൂടെ, അങ്ങനെ ചോദിച്ചാണ് പല കാര്യങ്ങളും പാപ്പുവിലേക്ക് നമ്മൾ പറയേണ്ട തന്നെ വന്നിട്ടില്ല. ആൻഡ് ദെൻ ഷീ ഈസ് വെരി ബോൾഡ്. അപ്പൊ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. എന്ന് വെച്ചാൽ ഞങ്ങളെയൊക്കെ ഒരു ഈ പറഞ്ഞ കൂട്ടി ഈ മാസ്ക് എന്തെങ്കിലും വീഴുമ്പോൾ ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഞങ്ങൾക്ക് അത്ര ഉറപ്പുള്ള ഒരാളാണ് പാപ്പു. ഷീ ഈസ് വെരി ബോൾഡ് ഗേൾ. ആൻഡ് ഇപ്പോഴേ ആള് പറയും എനിക്ക് ലോ എടുക്കണം, എനിക്ക് മമ്മീനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം, കാരണം എനിക്കറിയാം ഇതിന്റെ ട്രൂത്ത്, എനിക്ക് ഐ വോണ്ട് ഫൈറ്റ് തിങ്സ് എന്ന് എപ്പോഴും പറയുന്ന ആളാണ്. ആൻഡ് നമ്മളൊക്കെ ചെറുതില്ല, ഞാനൊക്കെ എനിക്ക് നടിയാവണമെന്നായിരുന്നു ആ പ്രായത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവള് ഭയങ്കര ക്ലിയർ ആയിട്ട് പറയും എനിക്ക് ലോ എടുക്കണം, എനിക്ക് ലോയർ ആവണം, എനിക്ക് മമ്മീനെയൊക്കെ ഫൈറ്റ് ചെയ്യണം എല്ലാവരുടെയും മുമ്പിൽ, എനിക്ക് എല്ലാ ട്രൂത്തും എല്ലാവരുടെ അടുത്തും പറയണം എന്നൊക്കെ പറയുന്ന ആളാണ്. That's her level of boldness and maturity.